പ്രിയ കർത്താവിൻ്റെ ദാസനോട് കേൾപ്പിച്ച് അനുഗ്രഹിക്കപ്പെട്ട ശക്തമേറിയ ദൈവത്തിൻ്റെ ദൂതുകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ശരീരത്തിൽ അല്പം ബലഹീനതകളുണ്ടെങ്കിലും വളരെ ശക്തമായ, വളരെ പവർഫുള്ളായ ഒരു മെസ്സേജ് പ്രിയ കർത്താവിൻ്റെ ദാസൻ്റെ കൂടെ കേട്ടതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസനെ വീണ്ടും ആയിരങ്ങളുടെ നടുവിൽ വളരെ ശക്തമായി പരിശുദ്ധാത്മാവ് ഉപയോഗിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അച്ഛനെ ഓർത്ത് ഒരിക്കൽ കൂടി കരമുയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ് നിർത്തിയത് ഇങ്ങനെയാണ്: നമ്മളുടെ ഏക ലക്ഷ്യം ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ്. നമ്മുടെ വീണ്ടെടുപ്പുകാരനെ ഹൃദയം തുറന്ന് മനസ്സ് തുറന്ന് ആരാധിക്കുക എന്നുള്ളതാണ്. ആരാധനയുടെ അകത്ത് യാതൊരു ഫോർമാലിറ്റിയുമില്ല. ഹൃദയവും മനസ്സും തുറന്ന് ഇവിടെ വരുമ്പോൾ മറ്റൊരാളെ കാണിക്കുവാനുള്ളതല്ല. ഇന്നു പകലിൽ നമ്മെ വീണ്ടെടുത്ത, നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ അവസാനത്തുള്ള രക്തബലിയും ഊറ്റിത്തന്ന് നമ്മെ ചേർക്കുവാനായി മടങ്ങി വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയം തുറന്ന് മനസ്സ് തുറന്ന് ഇന്നു പകൽ ആരാധിക്കുക എന്നുള്ളതാണ്. ആരാധനയുടെ അകത്ത് അസാധാരണമായ ദൈവിക പ്രവർത്തികൾ ഇന്നു പകൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു അച്ഛൻ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെ അനേക രോഗികളെ കർത്താവ് സൗഖ്യമാക്കിയിട്ടുണ്ട്. അസാധാരണമായ ദൈവിക വിടുതലുകൾ ഈ ഹോളിൻ്റെ അകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആര് പ്രസംഗിക്കുന്നു എന്നുള്ളതല്ല വിഷയം, ആരെ ഉയർത്തുന്നു എന്നുള്ളതാണ്. ഇന്നു പകൽ നമുക്ക് ഉയർത്തുവാൻ ഒറ്റ നാമമേ ഉള്ളൂ, പറയാൻ ഒറ്റ നാമമേ ഉള്ളൂ, ആരാധിപ്പാൻ ഒറ്റ നാമമേ ഉള്ളൂ. അത് നമ്മെ വീണ്ടെടുത്ത കർത്താവ് യേശു ക്രിസ്തുവിനെയാണ്. ഇന്ന് പകല കരമടി ചതര തുറന്ന് 1-2 മിനിറ്റുകൾ അന്യഭാഷയിൽ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകലിൽ എല്ലാ കരങ്ങളും ചലിക്കട്ടെ, എല്ലാ മനസ്സും തുറക്കട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ കണ്ണുകൾ ക്രൂശിലേക്ക് ഉയരട്ടെ. നമ്മെ വീണ്ടെടുത്ത മഹാദൈവത്തിൻ്റെ സാന്നിധ്യം ഈ ഹോളിൻ്റെ അകത്ത് തേജസ്സായി വെളിപ്പെടുമ്പോൾ ആ തേജസ് അനുഭവിക്കുന്നവർ ഇന്ന് പകൽ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. റീമാന ശംധന രഗധന വൈഡമന ഘടക ശംദൽ വൈഡം വേദികട്ടി ജാലഗധന അന്തൽ ഘടക ജഗൻ ഘടക ജാലക ധനമന ഘടക അസ്തനെ ജഗധന രഗധന രമന റാംധു റിമന അടക ജഗൽ ഘടക ജാലഗധന. അന്യഭാഷയിൽ അല്പസമയ ദൈവമക്കൾ ഇന്നു പകൽ ഇടത്തും വലത്തും നോക്കേണ്ട. നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവ് ഇന്നു പകൽ ആരാധിപ്പാൻ നിങ്ങൾക്കൊരു പ്രേരണ തരുന്നുവെങ്കിൽ പോരാ. ഇന്നു പകൽ എൻ്റെ നാഥനെ എനിക്ക് ആരാധിക്കണമെന്ന് കൊതിയുള്ള ദൈവമക്കൾ ഇന്നു പകൽ നന്ദിയോടെ ദൈവത്തെ ആരാധിക്കട്ടെ. മിടുക്കല്ല, കഴിവല്ല, സാമർഥ്യമല്ല, നിർത്തിയ നാഥനെ ഇന്നു പകലിൽ നന്ദിയോടെ സ്തോത്രം ചെയ്ത് എത്രയോ പ്രാവശ്യം ഈശാന മൂലന്ന് കൊടുങ്കാറ്റ് പടകിന് നേരെ ആഞ്ഞടിച്ചപ്പോൾ തകർക്കുന്നു വെല്ലുവിളിച്ചതിൻ്റെ നടുവിൽ നിർത്തിയ നാഥനെ ഇന്നു പകലിൽ ശക്തമായി ദൈവത്തെ ആരാധിക്കട്ടെ. ഉടബന റബനബ റബനബ ഹംദന. മുമ്പ് മുതൽ പുറകു വരെ ഇന്നു പകൽ ആര് കാഴ്ചക്കാരായിരിക്കരുത്, ഇന്നു പകൽ കാഴ്ചക്കാരായിരിക്കരുത്. ഇന്നു പകൽ എനിക്ക് ദൈവത്തിൽ നിന്ന് ഒരു വിടുതൽ പ്രാപിക്കണം. എൻ്റെ ദൈവത്തിൽ നിന്ന് എനിക്കൊരു വിടുതൽ വേണം. ഇന്നു പകൽ എന്നെ എൻ്റെ കർത്താവ് തൊടണം. എൻ്റെ കർത്താവിനെ എനിക്കൊന്നുകൂടെ അനുഭവിച്ചറിയണം. എൻ്റെ കർത്താവിനെ എനിക്കൊന്നുകൂടെ ഇന്നു പകൽ രുചിച്ചറിയണം. എൻ്റെ നാഥനോട് എനിക്ക് ഇന്നു പകൽ ഒന്നുകൂടെ ചേർന്ന് വരണം. അവൻ്റെ ഇമ്പമാർന്ന ശബ്ദം ഇന്നു പകൽ എൻ്റെ കാതുകളിൽ മുഴങ്ങണം. എൻ്റെ ആദരത്തിൽ ഇന്നു പകൽ എനിക്ക് ഉയർത്താൻ ഒറ്റ നാമം, എന്നെ വീണ്ടെടുത്ത എൻ്റെ യേശുവിൻ്റെ നാമം. രക്തം ജയം. ഹല്ലേലൂയ. ഇന്ന് പകൽ അച്ഛൻ അവസാനമായി പറഞ്ഞു നിർത്തിയ ഒരു വാക്യമുണ്ട്. ആ വാക്യത്തിലേക്ക് വേഗത്തിൽ വന്ന് ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവച്ചതിന് ശേഷം വേഗത്തിൽ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ആഗ്രഹിക്കുന്നു. ബഹുമാനേറെ ദൈവദാസന്മാർ, ദൈവമക്കൾ, ഓൺലൈനിൽ ഞങ്ങൾ വിശ്വസിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം ചൊല്ലുന്നു. 134 സങ്കീർത്തനം അതിൻ്റെ 2-3 വാക്യങ്ങൾ ശബ്ദമുയർത്തി വായിക്കാം. 134 സങ്കീർത്തനം അതിൻ്റെ 2-3 വാക്യങ്ങൾ. വിശുദ്ധ മന്ദിരത്തിലേക്ക് കൈ ഉയർത്തി യഹോവയെ വാഴ്ത്തുകയും ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ മനോഹരമായൊരു സങ്കീർത്തനമാണ് 134 സങ്കീർത്തനം. കേവലം 3 വാക്യങ്ങൾ മാത്രമുള്ള ഈ സങ്കീർത്തനം, അതിൻ്റെ ഓരോ വാക്യങ്ങളും അതിൻ്റെ അർത്ഥങ്ങൾ വളരെ ഗൗരവമുള്ള വാക്യങ്ങളാണ്. ആരോഹണഗീതങ്ങളിൽ അവസാനത്തെ സങ്കീർത്തനമാണ് 134 സങ്കീർത്തനം എന്ന് പറയുന്നത്. അതിൻ്റെ അവസാനത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്: യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ.
ഈ ദിവസങ്ങൾ നമ്മൾ പറഞ്ഞു വരുന്ന 3 കാര്യങ്ങളുണ്ട്. അതിലൊരു കാര്യമാണ് യഹോവ നിന്നെ അനുഗ്രഹിക്കട്ടെ. അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്തൊന്ന് പറഞ്ഞാട്ടെ. കർത്തൃമേശ കഴിയുമ്പോൾ പറയുമെങ്കിലും ആരംഭത്തിലൊന്ന് പറഞ്ഞാട്ടെ, യഹോവ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞാട്ടെ. അടുത്തിരിക്കുന്ന ആളുകളെയൊക്കെ നോക്കിയൊന്ന് പറഞ്ഞാട്ടെ, യഹോവ നിന്നെ അനുഗ്രഹിക്കട്ടെ. 2 3 പ്രാവശ്യമൊക്കെ ഒന്ന് കൊടുത്തോ. ആമേ. നമ്മുടെ വാഗൊണ്ട് മറ്റൊരാളെ അനുഗ്രഹിക്കുമ്പോൾ അവർക്ക് മാത്രമല്ല അനുഗ്രഹം നമുക്കും ഉണ്ടാകും. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകലതിൻ്റെ 2ാമത്തെ വാക്യത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. 2ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, വിശുദ്ധ മന്ദിരത്തിലേക്ക് കൈ ഉയർത്തി യഹോവയെ വാഴ്ത്തുവിൻ. ഇന്നത്തെ എൻ്റെ ദൂത് ഇതാണ്, കൈ ഉയർത്തി യഹോവയെ വാഴ്ത്തുവിൻ. അച്ഛൻ പറഞ്ഞ വാക്യം കേട്ടല്ലോ. ഇന്ന് നമ്മൾ ഈ ആരാധന കഴിയുമ്പോൾ കൈ ഉയർത്തി സ്തോത്രം ചെയ്ത് വേണം പോകാൻ. സ്തോത്രം. അതുകൊണ്ടാണ് ഞാൻ ആ വാക്യം എടുത്തത്. വിശുദ്ധ മന്ദിരത്തിലേക്ക് കൈ ഉയർത്തി യഹോവയെ വാഴ്ത്തുവിൻ. നമ്മുടെ കരം ഉയർത്തി ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ശക്തിയോടെ ഒന്ന് സ്തോത്രം. ഹല്ലേലൂയ. വിശുദ്ധ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ കൈക്ക്, ഒരു ഭക്തൻ്റെ കൈക്ക് ഒത്തിരി പ്രത്യേകതയുണ്ട്. പല നിലകളിൽ ആ കൈകളെക്കുറിച്ച് വേദപുസ്തകം പരാമർശിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ പറയുന്നു കൈ ഉയർത്തി യഹോവയെ വാഴ്ത്തുക. ഒരു ഭക്തൻ കൈ ഉയർത്തുമ്പോൾ സംഭവിക്കുന്ന എന്താണ്? ഒത്തിരി കാര്യങ്ങളോട് പറയാൻ, പക്ഷെ ഒറ്റ കാര്യം മാത്രം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. ഒരു ഭക്തൻ കൈ ഉയർത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പറഞ്ഞു വരുമ്പോൾ വളരെ സിമ്പിളായ കാര്യം, പുതിയ കാര്യം ഒന്നും ഞാൻ പഠിപ്പിക്കാൻ വന്നതല്ല. കഴിഞ്ഞ രാത്രി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ഇത് പറയുവാൻ വേണ്ടി അകത്തളത്തിൽ ശക്തമായൊരു പ്രേരണ തന്നതുകൊണ്ടാണ് ഈ വാക്യം കൂടെ ഞാൻ തിരഞ്ഞെടുക്കുവാൻ കാരണം. പ്രേസന സഭയിലെ ദൈവമക്കളെ ഒരു പുതിയ കാര്യം പഠിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. നമ്മൾ കേട്ട് ഒത്തിരി തഴമ്പിച്ചിരിക്കുന്നവരാണ്. അതുകൊണ്ട് കേട്ട കാര്യം ഒന്നുകൂടൊന്ന് റിവൈൻഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. ഒരു ഭക്തൻ കൈ ഉയർത്തുമ്പോൾ സംഭവിക്കുന്ന കാര്യം വായിക്കാം. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 11-ാമത്തെ വാക്യം. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 11-ാമത്തെ വാക്യം. എന്താണ് ഒരു വായിച്ചോ. മോശ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും. മോശ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും. കൈ താഴ്ത്തിയിരിക്കുമ്പോൾ അമാലേക്ക് ജയിക്കും. അപ്പോൾ മോശയുടെ കരം ഉയരുമ്പോൾ ഇസ്രായേൽ ജയിക്കും. മോശയുടെ കരം താഴുമ്പോൾ അമാലേക്കൻ ജയിക്കും. 430-ലധികം വർഷങ്ങൾ അടിമ വീടായ മിസ്രൈമിൽ കിടന്നതിന് ശേഷം ഇസ്രായേൽ ജനം മോശയുടെ നേതൃത്വത്തിൽ അവർ പുറപ്പെട്ടു വരികയാണ്. അവർ ചെങ്കടൽ കടന്നു, അവർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു വരുന്നു. സീൻ മരുഭൂമിയിൽ നിന്ന് അവർ പുറപ്പെട്ട് രഫീദീമിലെത്തിയപ്പോൾ ഇസ്രായേൽ ജനം 2 പ്രശ്നങ്ങൾ ഒരുപോലെ നേരിടുകയാണ്. ഒന്നാമത്തെ പ്രശ്നമെന്ന് പറയുന്ന, അവരവിടെ വന്നു. രഫീദീമിൽ ഇസ്രായേൽ ജനത്തിന് കുടിക്കുവാൻ വെള്ളമില്ലാതിരിക്കുന്ന ജനം മോശയ്ക്ക് നേരെ അവരെ കല്ലെറിയുവാൻ വേണ്ടി കല്ല് കരങ്ങളിലെടുക്കുമ്പോൾ മോശ ഈ പ്രശ്നത്തെ ദൈവകരങ്ങളിലേക്ക് കൊടുക്കുകയാണ്. പണ്ടത്തെ മോശയായിരുന്നെങ്കിൽ മോശ അപ്പോൾ തന്നെ ആ പ്രശ്നത്തിന് അവിടെ പരിഹാരം വരുത്തിയേനെ. പണ്ടത്തെ മോശ എന്ന് പറയുന്നത് ഒരാൾ തനിക്ക് നേരെ സംസാരിച്ചാൽ ഒന്നും ചെയ്യത്തില്ല, കൈ ഉയർത്തൊരൊറ്റ അടി കൊടുക്കും, അവനെ മണ്ണിൽ പൂഴ്ത്തിവെക്കും. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ആമേൻ. മോശയ്ക്കൊരു മാനസാന്തരമുണ്ടായി. ദൈവത്തിൻ്റെ ശബ്ദവും ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ തേജസ്സും മോശയെക്കുറിച്ച് ദൈവം പറയുന്ന ഭൂതലത്തിലുള്ള സകല മനുഷ്യനേക്കാൾ അതിസൗമ്യനാണ് മോശ. ജനം മുഴുവൻ മോശയ്ക്ക് നേരെ കല്ലെടുത്ത് നിൽക്കുമ്പോൾ ഈ മോശ ചെയ്തൊരു കാര്യം, ദൈവമേ, ഈ എൻ്റെ കയ്യിൽ വന്ന ഈ പ്രശ്നത്തെ മുഴുവൻ ഞാൻ നിൻ്റെ കരത്തിലേക്ക് തരുന്നു. ഇന്നത്തെ ആരാധനയിൽ ഇവിടെ വന്ന മുഴുവൻ ജനത്തോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾ ഭാരമായിട്ടാണ് വന്നത്. ഇന്ന് പകൽ നിങ്ങളൊരു പ്രശ്നവുമായിട്ടാണ് ഈ ഹോളിൻ്റെ അകത്ത് കയറിയിരിക്കുന്നത്. വന്നിട്ട് ആ പ്രശ്നവുമായി തിരിച്ചു കൊണ്ടുപോകരുത്. ആ പ്രശ്നത്തെ മുഴുവൻ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കണം. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ കാര്യം എന്താണെന്നറിയാമോ? നമ്മൾ പ്രശ്നത്തെ വലുതായി കാണും, ദൈവത്തെ നമ്മൾ ചെറുതായി കാണും. പ്രാർത്ഥന മനുഷ്യനായിരിക്കുന്ന ജോർജ് മുള്ളറിന്റെ മുൻപിൽ വലിയൊരു പ്രശ്നം വന്നപ്പോൾ ആളുകൾ ചോദിച്ചു, ജോർജ് മുള്ളരെ, ആ പ്രശ്നം തങ്ങളെ ബാധിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ പ്രാർത്ഥനാ വീരനായ ജോർജ് മുള്ളറിന്റെ മറുപടി ഇങ്ങനെയാണ്: പ്രശ്നമല്ല എനിക്ക് വലുത്, പ്രശ്നത്തെ പരിഹരിക്കുന്ന ദൈവത്തെ ഞാൻ വലുതായി കാണുന്നു. ഇന്ന് പകലിൽ ദൈവത്തെ വലുതായി കാണുക, പ്രശ്നത്തെ ചെറുതായി കാണുക. നിങ്ങളുടെ സകല പ്രശ്നങ്ങളെയും സകല രോഗങ്ങളെയും സകല ആകുലതകളെയും ഇന്ന് പകൽ ദൈവകരങ്ങളിലേക്ക് കൊടുക്കുക. അന്നെ ഒരു വലിയ പ്രശ്നമായ ആലയത്തിൽ വന്നത്
പക്ഷെ തിരിച്ചു പോകുമ്പോൾ അന്നയൊന്ന് ശ്രദ്ധിച്ചേ, അവളുടെ മുഖം വാടിയില്ല, തേജസ്സുള്ള, പ്രകാശമുള്ള, സന്തോഷമുള്ള, ആനന്ദമുള്ള ഒരു മുഖത്തോടെ അവൾ തിരിച്ചു പോയെങ്കിൽ ദാവീദ് ഇങ്ങനെ പറയുന്നു, നിന്റെ സകല ഭാരവും യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്ത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മത്തായി സുവിശേഷത്തിൽ ഇങ്ങനെ പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എത്രയോ വാഗ്ദത്തങ്ങൾ സ്വർഗം നമ്മുടെ കരങ്ങൾ തന്നിരിക്കുന്നു. ഇന്ന് പകൽ നിങ്ങളുടെ ആ മുഖത്തിന്റെ വാട്ടം മാറട്ടെ, നിങ്ങളുടെ മനസ്സിന്റെ പ്രശ്നങ്ങൾ മാറട്ടെ. ഇന്ന് പകൽ ഞാൻ ഈ വചനം പറയുമ്പോൾ ചില ഡിപ്രഷനുകളെ ദൈവം ഈ ഭയോഗത്തിന്റെ അകത്ത് ദൈവം അഴിക്കുകയാ. ചില ടെൻഷനുകളെ ഇന്ന് പകൽ ദൈവം അഴിക്കുകയാ. ദൈവം പറയുന്നു, ആ ഭാരവുമായി പോകണ്ട. ഇന്ന് പകൽ കൈകൾ കൊട്ടവിട്ട് ഒഴിയട്ടെ, മനസ്സൊന്ന് ഫ്രീ ആകട്ടെ. ഇന്ന് പകൽ കരം തട്ടെ, സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കുക. ഇവിടുന്ന് പോകുമ്പോൾ വന്നതുപോലെ പോകാനല്ല, ആത്മാവിൽ കുതിച്ച്, ആത്മാവിൽ ചാടി, ആത്മാവിൽ ആനന്ദിച്ച് ഇന്ന് വരെ നടക്കാത്ത ചില ദൈവ പ്രവർത്തികൾ കൈ പിടിച്ചുകൊണ്ട് മുൻപോട്ട് പോകത്തക്കവണ്ണം ആത്മാവിന്റെ ശക്തമായ പരിവർത്തന ചെല്ലണമേ. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ നൽകുകയോ. ആ പ്രശ്നത്തിന് ദൈവം പരിഹാരം നൽകി. രണ്ടാമത്തെ ഒരു പ്രശ്നത്തിലേക്ക് ഇസ്രായേൽ ജനം കടക്കുകയാണ്. നമ്മൾ സാധാരണ പറയത്തില്ലേ, ഒരു ചക്രം ചവിട്ടി താഴ്ത്തി കഴിയുമ്പോൾ മറ്റൊന്ന് വരുന്നു എന്ന് പറയുന്നത് പോലെ ഒരു ഭക്തനെ സംബന്ധിച്ച് ഓർത്തോണം, ഒരു പ്രശ്നം കഴിയുമ്പോൾ മറ്റൊരു പ്രശ്നമുണ്ടാകും. പക്ഷെ ഞാൻ പറയാം, എത്ര പ്രശ്നം വന്നാലും പ്രശ്നം നമ്മളെ ജയിക്കത്തില്ല, പ്രശ്നത്തെ നമ്മൾ ജയിക്കും. ഹല്ലേലൂയ. അമാലേക്കിന്റെ ശക്തികൾ വാഗ്ദത്തമുള്ള, നിയോഗമുള്ള ദേശം പിടിച്ചെടുക്കുവാൻ വേണ്ടി പോകുന്ന ഇസ്രായേലിൻ്റെ വഴിയെ തടയുന്നു. ഇസ്രായേൽ അങ്ങോട്ട് യുദ്ധത്തിന് പോയില്ല, ഒരു പ്രകോപനവും ഉണ്ടായില്ല, യാതൊരു കാരണവുമില്ലാതെ അപ്രതീക്ഷിതമായിട്ട് അമാലേക്കിന്റെ ശക്തികൾ ഇസ്രായേലിൻ്റെ വഴി തടയുകയാണ്. പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ യാതൊരു പോരാട്ടവും കാണത്തില്ല. എന്താ അമാലേക്കൻ വന്ന് ഇസ്രായേലിനെ വഴി തടയാനുള്ള കാരണം? എന്തേലും ഒരു കാരണം ഉണ്ടാകുമല്ലോ. കാരണമില്ലാതെ ഒരാളും വന്ന് വഴി തടയത്തില്ലെന്നേ. എന്തെങ്കിലുമൊക്കെ അതിന് പിന്നിൽ ചില കാരണങ്ങൾ ഉള്ളത് കൊണ്ട് അമാലേക്കൻ വന്ന് ഇസ്രായേലിൻ്റെ വഴി തടഞ്ഞത്. അമാലേക്കൻ വരാനുള്ള കാരണം അത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു പോരാട്ടമല്ല, ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു യുദ്ധമല്ല. വർഷങ്ങൾക്ക് മുൻപേ, ഒന്നുകൂടെ പറഞ്ഞാൽ അമ്മയുടെ ഉദരത്തിൽ വെച്ച് ആരംഭിച്ച ഒരു പോരാട്ടത്തിൻ്റെ പരിണത ഫലമായിട്ടാണ് അമാലേക്കൻ ഇസ്രായേലിനെ തേടി വന്ന വഴി തടയാനുള്ള കാരണം. ഉൽപ്പത്തി പുസ്തകം വാക്യങ്ങൾ വായിക്കുന്നില്ല, എഴുതുന്നവരോട് കുറിച്ച് വെച്ച് നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു. ഉൽപ്പത്തി പുസ്തകം 36-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഏശാവിൻ്റെ മകനായിരിക്കുന്ന എലിഫാസിന് തിന്മ എന്ന് പറയുന്ന സ്ത്രീയിൽ ജനിച്ച മകനാണ് അമാലേക്കൻ. ഒന്നുകൂടെ പറയാം, ഏശാവിൻ്റെ മകനായിരിക്കുന്ന എലിഫാസിന് തിന്മ എന്ന് പറയുന്ന സ്ത്രീയിൽ ജനിച്ച മകനാണ് അമാലേക്കൻ. അപ്പോൾ എവിടെ പോരാട്ടം ആരംഭിച്ചത്? ഏശാവിൻ്റെ വംശ പാരമ്പര്യത്തിൽപ്പെട്ടവരാണ് ആര്? അമാലേക്കൻ. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ അമ്മയുടെ ഉദരത്തിൽ വെച്ച് ഏശാവും യാക്കോബും തമ്മിൽ പോരാട്ടമുണ്ടായി. ആ പോരാട്ടം അവിടെ കൊണ്ട് തീർന്നില്ല, ആ പോരാട്ടം അടുത്ത തലമുറയിലേക്ക് അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമാലേക്കൻ പറഞ്ഞു, ഞങ്ങളുടെ അപ്പൻ കൈവശമാക്കേണ്ട, ഞങ്ങൾ അവകാശമാക്കേണ്ട, ഞങ്ങൾ തൃപ്തിപ്പെടേണ്ട, ഞങ്ങൾക്ക് ലഭിക്കേണ്ട അവകാശം മുഴുവൻ അന്ന് യാക്കോബും നേടിയെടുത്തു. അത് ഇസ്രായേലായി മാറി. പക്ഷെ ഇസ്രായേലെ ഞങ്ങൾ അനുഭവിക്കേണ്ട ഒരവകാശം നിനക്ക് വിട്ടുതരത്തില്ല എന്ന് പറഞ്ഞ ഇസ്രായേലിന്റെ വഴിയെ അമാലേക്കൻ തടയുമ്പോൾ ഇന്ന് പകൽ തിരിച്ചറിയണ നിയോഗമുള്ള, വാഗ്ദത്തമുള്ള അടുത്ത ചില പുറപ്പാടുകളിലേക്ക് കാലുവെക്കുന്ന എന്നെയും നിങ്ങളെയും തടയുവാൻ വേണ്ടി അപ്രതീക്ഷിതമായി കയറി വരുന്ന അമാലേക്കന്റെ ശക്തികളെ ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന ജന തിരിച്ചറിഞ്ഞ ആത്മാവെ ഈ പകൽ ജയിക്കുന്ന ഒരു പകലായി തീരട്ടെ. അമാലേക്കൻ എന്ന വാക്കിന്റെ അർത്ഥം വെല്ലുവിളി എന്നാണ്. വെല്ലുവിളി. ഇന്ന് പകൽ ഹല്ലേലൂയ ചിലരെ അമാലേക്കന്റെ ശക്തികൾ വെല്ലുവിളിക്കുമ്പോൾ ഒരു സാധാരണ പ്രാർത്ഥന പോരാ, അസാധാരണമായ ഒരു പ്രാർത്ഥന ഇന്ന് പകൽ ഈ ആലയത്തിനകത്ത് ഉയരട്ടെ.
ഒരിക്കൽ ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ ഞാൻ തുടങ്ങുമ്പോൾ സാധാരണ നിലയിൽ പ്രാർത്ഥന തുടങ്ങിയപ്പോൾ മുൻപോട് ആ പ്രാർത്ഥന പോകുന്നില്ല. ഞാൻ നോക്കുമ്പോൾ ഇരുട്ടിൻ്റെ വ്യാപാര കരിമ്പടം പോലെ മുൻപിൽ വെല്ലുവിളിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, നിന്റെ പ്രാർത്ഥനയുടെ തലം മാറ്റ, നീ അഭിഷേകത്തോടെ പ്രാർത്ഥിക്കുക, അന്യഭാഷയിൽ നീ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. ഒറ്റ അതിശോക്തിയില്ലാതെ ഞാൻ പറയട്ടെ, ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ ഇരുട്ടിൻ്റെ ആമേൻ വ്യാപാരങ്ങൾ അടിഞ്ഞു മാറുവാൻ ആമേൻ ആത്മാവിൽ ഞാൻ കാണുവാൻ തുടങ്ങി. ഇന്ന് സഭയോട് പരിശുദ്ധമ പറയുന്നു, ഇന്നലെ വരെ പ്രാർത്ഥിച്ചൊരു തലമല്ല, ആ പ്രാർത്ഥനയുടെ തലത്തെ ഇന്ന് പകലൊന്ന് മാറ്റിപ്പിടിക്കുക. നിന്നെ തടയുന്ന, നിന്നെ വാഗ്ദത്തങ്ങളെ തടയുന്ന, നിന്നെ തലമുറയെ തടയുന്ന, നിന്നെ വഴി തടയുന്ന അമാലിയക്കിന്റെ ശക്തികൾ നിന്റെ മുൻപിലുണ്ടെങ്കിൽ ഒരു സാധാരണ പ്രാർത്ഥനയല്ല, ഒരു അസാധാരണ പ്രാർത്ഥന ഇന്ന് പകൽ ആലയത്തിന്റെ അകത്തുയരട്ടെ. ഹല്ലേലൂയ. ഇവിടെ ഷെർപ്പാസ് പാട്ട് പാടിയപ്പോൾ എസ്തേറിന്റെ കാര്യം പറഞ്ഞു. ഹാമാൻ എന്ന് പറയുന്ന മനുഷ്യന് ഉന്നതമായ പദവി കൊടുത്തു. രാജാവ് ഏറ്റവും നല്ല പദവി കൊടുത്തു. സകല ഭൃത്യന്മാരെക്കാൾ മേലായ നല്ലൊരു പദവി, ഏറ്റവും ഉന്നതമായ ഒരു പദവിയിലിരിക്കുമ്പോൾ ഹാമാൻ ഇങ്ങനെ എല്ലാവരും വീക്ഷിച്ചു. പക്ഷേ മൊർദെഖായി എന്ന് പറയുന്ന പടിവാതിക്കലിരിക്കുന്ന യഹൂദനായ ഒരു സാധാരണ മനുഷ്യൻ ഈ ഹാമാനെ കുമ്പിടുന്നില്ല. ഇതറിഞ്ഞ ഹാമാൻ ഒരു കാര്യം തീരുമാനിച്ചു. എല്ലാവരും എന്നെ ബഹുമാനിക്കുന്നുണ്ട്, എന്നെ ആദരിക്കുന്നുണ്ട്, ഞാൻ പോകുമ്പോഴൊക്കെ എന്നെ കുമ്പിടുന്നുണ്ട്, എന്നെ ബഹുമാനിക്കുന്നുണ്ട്. പക്ഷേ ഈ മൊർദെഖായി മാത്രം എന്നെ കുമ്പിടുന്നില്ല. ഹാമാൻ ഒരു പദ്ധതി ആരംഭിച്ചു. എങ്ങനെയും മൊർദെഖായിയെ കൊന്നുകളയണം. അതിനുവേണ്ടി ഹാമാൻ തരമന്വേഷിക്കുകയാണ്. സത്യത്തിൽ മൊർദെഖായിയെ മാത്രം കൊന്നാൽ പോരെ, മൊർദെഖായിയെ മാത്രമല്ല കൊല്ലുന്നത്. ഹാമാൻ തീരുമാനിച്ചു, ഒരു വംശം, യഹൂദ വംശത്തെ മുഴുവൻ ഇല്ലായ്മ ചെയ്യുവാൻ തീരുമാനിച്ചു. എന്തുകൊണ്ടാണ്? ഹാമാന് മൊർദെഖായിയോട് മാത്രമല്ല യഹൂദനെന്ന് പറയുന്ന ഈ വംശത്തോട് മുഴുവൻ ഒരു വൈരാഗ്യം വരാനുള്ള കാരണം, ആ വരാനുള്ള കാരണം ഒരു ദിവസം കൊണ്ട് ആരംഭിച്ചതല്ല. നമുക്ക് ഹാമാൻ്റെ അഡ്രസ്സ് ഒന്ന് പരിശോധിക്കാം. ഹാമാൻ്റെ അഡ്രസ്സ് 3:1 വായിച്ചാട്ടെ. എന്താ ഹാമാൻ്റെ അഡ്രസ്സ് നമുക്ക് വായിക്കാം, പെട്ടെന്നൊന്ന് വായിച്ചാട്ടെ. എസ്തേറിന്റെ പുസ്തകം 3:1 വായിച്ചാട്ടെ. അനന്തരം അഹശ്വേരോശ് രാജാവ് ആഗാനിനായ ഹമേദായുടെ മകൻ ഹാമാനെ കയറ്റവും. അവിടെ എഴുതിയിരിക്കുന്നു ഹാമാൻ്റെ അഡ്രസ്സ് എന്താ? ഹാമാൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്ന ആഗാഗ്യനായ ഹമേദായുടെ മകൻ ഹാമാൻ. അപ്പോൾ ഇവൻ ആരുടെ മകനാണ്? ആഗാഗ്യനായ ഹമീദായുടെ മകനാണ്. ആഗാഗ്യൻ എന്ന് പറഞ്ഞ ആരാണ്? ആ ചരിത്രം അറിയണമെങ്കിൽ ശമൂവേലിന്റെ പുസ്തകത്തിലേക്ക് വരണം. വായിക്കേണ്ട പറഞ്ഞുവിടാം. 1 ശമൂവേലിന്റെ പുസ്തകം 15-32 വാക്യം വായിക്കുമ്പോൾ, ഇസ്രായേലിൻ്റെ 1ാമത്തെ രാജാവായി ദൈവം ശൗലിനെ അഭിഷേകം ചെയ്തു. ദൈവം ശൗലിനെ അഭിഷേകം ചെയ്തതിനു ശേഷം ശൗലിനോട് ദൈവം ചില കാര്യങ്ങൾ പറഞ്ഞതിൽ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്. ആമേൻ. 1 ശമൂവേൽ പുസ്തകം 15:2 വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ദൈവത്തിൻ്റെ അരുളപ്പാടെന്ന് പറഞ്ഞ ശമൂവേൽ പ്രവാചകൻ ഈ ശൗലിൻ്റെ അടുക്കൽ വന്ന് ചില അരുളപ്പാടുകൾ എന്നിട്ട് പറയുന്നു, ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ടു വരുന്ന സമയത്ത് അമാലിയക്കൻ ഇസ്രായേലിനോട് യുദ്ധത്തിന് വന്ന കാര്യം ഞാൻ കുറിച്ചു വെച്ചിരിക്കുന്നു. ദൈവം പറയുകയാണ്, ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ടു വന്ന ആ സമയം ഇവർക്ക് നേരെ ഈ പോരാട്ടത്തിൻ്റെ ശക്തിയായിരിക്കുന്ന ഈ അമാലേക്കൻ വന്നത് ഞാൻ കുറിച്ചു വെച്ചിരിക്കുന്നു. ഇന്ന് പകലിൽ ദൈവം ചിലത് കുറിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഹല്ലേലൂയ. വർഷം എത്ര കഴിഞ്ഞാലും, വർഷം എത്ര പഴകിയാലും മറക്കാത്ത, ഒരു പക്ഷേ നമ്മൾ പലതും മറന്നുപോയിട്ടുണ്ട്, പക്ഷെ മറക്കാത്തൊരു ദൈവം, ഹല്ലേലൂയ, ഇന്ന് പകലിൽ സ്വർഗം പറയുന്നു, ഞാൻ ചിലരെ ഓർക്കുന്നൊരു പകല റീമാന ശംധന ഋഗതന ദൈവം അരുളി ചെയ്ത ചിലതിനെ ഇന്ന് പകൽ ഓർത്ത് ദൈവം അനുഗ്രഹിക്കത്തക്കവണ്ണം നിന്നെക്കുറിച്ച്, നിന്റെ കുടുംബത്തെക്കുറിച്ച്, തലമുറകളെക്കുറിച്ച് ദൈവം ചിലത് കുറിച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ ദൈവം മറക്കുന്ന ദൈവമല്ല, നമ്മുടെ ദൈവത്തിന് മറവിയില്ലാത്ത ദൈവമാ. നമുക്ക് മറവിയുണ്ട്, നമ്മൾ മറന്നു പോകും. ഹല്ലേലൂയ. പക്ഷേ ദൈവം ഒരിക്കൽ പോലും ഒരു കാര്യവും മറക്കത്തില്ല. ദൈവം ചിലത് കുറിച്ചു വെച്ചിട്ടുണ്ട്. 75-ാമത്തെ വയസ്സിൽ വിളിച്ച് അബ്രഹാമിനോട് ദൈവം പറഞ്ഞത് അടുത്ത 25 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ
ദൈവം അതോർത്ത് ദൈവം അതിനെ നിറവേറ്റിയെങ്കിൽ ഇന്ന് പകൽ സ്വർഗ്ഗം പറയുന്നു, നമ്മളോട് പറഞ്ഞ സകല കാര്യങ്ങൾ ദൈവം കുറിച്ചു വെച്ചിട്ടുണ്ട്. മറവിയുള്ള ദൈവമല്ല, മറക്കുന്ന ദൈവമല്ല, മറവിയില്ലാത്ത മറക്കാത്ത എന്നേക്ക് സ്ഥിരതയോടെ ഇരുന്ന് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവത്തിന്റെ കൃപയോർത്ത് കരമടിച്ചൊരു നിമിഷം ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ. ശൗലിനോട് ദൈവം പറഞ്ഞു, ഞാനത് കുറിച്ചു വെച്ചിരിക്കുന്നു, നീ അതുകൊണ്ട് അമാലേക്കനോട് യുദ്ധം ചെയ്ത് സകലത്തിനെ പിടിക്കണം, സകലത്തിനെ വെട്ടിക്കളയണം, ആരെയും ശേഷിപ്പിക്കരുത് പറഞ്ഞു. പക്ഷെ ശൗൽ ഒരു കാര്യം ചെയ്തു, അങ്ങോട്ട് ചെന്നു ചിലരെയൊക്കെ വെട്ടി ചിലതിനെയൊക്കെ ഞെടുത്തോണ്ട് പോന്നു. ആ കൂട്ടത്തിൽ ആമേൻ അമാലേക്യ രാജാവിനെ കൂടെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, ജീവനോടെ ശേഷിപ്പിച്ച് കൊണ്ടുവന്നു. ശമൂവേൽ കൊട്ടാരത്തിനകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ഇതാ അമാലേക്കന്റെ രാജാവ് അവിടെ നിൽക്കുന്നു. അവന്റെ ഭീതിയെല്ലാം മാറി നിൽക്കുകയാ. പക്ഷെ ശമൂവേൽ പറഞ്ഞു, ദൈവത്തിന്റെ ഒരു അരുളപ്പാട് നിന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ അത് ചെയ്യുന്നില്ലെങ്കിൽ ഞാനത് ചെയ്യുമെന്ന് പറഞ്ഞ് ഹല്ലേലൂയ ഈ രാജാവിനെ പിടിച്ചുകൊണ്ട് ആമേ ഗിൽഗാലിൽ വെച്ച് അവനെ വെട്ടിക്കളഞ്ഞ് അവിടെ എഴുതിയിരിക്കുന്നു, ആഗാഗ്യനായ അമാലേക്യ രാജാവിനെ ശമൂവേൽ പ്രവാചകൻ ഗിൽഗാലിൽ വെച്ച് വെട്ടിക്കളഞ്ഞു. അപ്പോൾ ആമാന്റെ പുറകോട്ടുള്ള ചരിത്രം വായിച്ചാൽ ആമാന്റെ പൂർവ്വ പിതാവാണ് ആരെന്നറിയാമോ? ആഗാഗ്. മനസ്സിലായോ? അപ്പോൾ ആഗാഗിന്റെ പിൻതലമുറയിൽപ്പെട്ടവനാണ് ആര്? ഹാമാൻ എന്ന് പറയുന്നത്. അന്ന് ശമൂവേൽ ഹല്ലേലൂയ ഈ ആഗാഗിനെ കൊന്നതിൻ്റെ ഒരു വൈരാഗ്യം ഹല്ലേലൂയ ഈ ഹാമാന്റെ ഹൃദയത്തിൽ കിടപ്പുണ്ട്. അവൻ പറഞ്ഞു, എന്നെയും എൻ്റെ വംശത്തെയും ഇല്ലായ്മ. ഒന്നുകൂടെ ഞാൻ പറയാ, ഈ അമാലേക്കൻ എന്തിനോട് പോരാടുന്നറിയാമോ? ശമൂവേലോട് പറയുന്നുണ്ട്, അനേക സ്ത്രീകൾക്ക് മക്കളില്ലാത്ത നിന്നെ ഞാൻ ഇവിടെ വെച്ച് വെട്ടുന്നു എന്ന് പറയുമ്പോൾ അമാലേക്കൻ പോരാടുന്ന ആരോടെന്നറിയാമോ? തലമുറകളോട് അവൻ വെല്ലുവിളിക്കുന്ന ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പോകുന്നില്ല. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഹല്ലേലൂയ, അനേക തലമുറകളെ അമാലേക്കന്റെ ശക്തികൾ അവൻ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ, അവൻ നിർമൂലമാക്കുമ്പോൾ ഇന്ന് പകൽ മാതാപിതാക്കന്മാരോട് സഭയോട് പരിശുദ്ധാത്മാവ് അടിവരയിട്ട് പറയുന്നു, നിന്റെ തലമുറയെ കുറിച്ച് കരയാനുള്ളൊരു സമയമാ. നിന്റെ തലമുറയുടെ മുൻപിൽ വഴിവിട്ട് ഹല്ലേലൂയ മറ്റ് നിലകളിലേക്ക് നിന്റെ തലമുറയെ പ്രവേശിപ്പിക്കത്തക്കവണ്ണം നിന്റെ തലമുറകളെ പിടിച്ചൊതുക്കുന്ന ചില അമാലേക്യ ശക്തികളെ ഇന്ന് പകൽ തടയിട്ടുകൊണ്ട് എത്ര മാതാപിതാക്കന്മാര് തലമുറയ്ക്ക് വേണ്ടി ഇന്ന് പകൽ കരയോ. ഹല്ലേലൂയ. അങ്ങനെ പിന്തുടർന്ന് വന്ന ഹാമാൻ പറയുകയാ, ഞാൻ മൊർദെഖായെ വെറുതെ വിടത്തില്ല, അവനെ വംശത്തെ ഞാൻ വെറുതെ വിടത്തില്ല. ഒരു വലിയ കഴുകമരം ഉയർത്തി. പക്ഷെ ഭക്തൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. മൊർദെഖായിയുടെ മുൻപിൽ ഹല്ലേലൂയ ആ കഴുകുമരം മാറുകയാ. മൊർദെഖായി യഹൂദൻ, യഹൂദൻ എന്ന വാക്കിൻ്റെ അർത്ഥം സ്തുതി എന്നുള്ളതാണ്. ഇന്ന് പകൽ സ്തുതിക്കുന്നവന് മുൻപേ ഏത് കഴുകുമരത്തെയും ജയിക്കുവാൻ കഴിയുക. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളുടെ വാ തുറന്ന് നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങുമ്പോൾ ഇന്ന് പകൽ കഴുകുമരം മാറുവാൻ തുടങ്ങും. ഹല്ലേലൂയ. പറഞ്ഞ ഭാഗത്തേക്ക് പറഞ്ഞ് ഞാൻ പറഞ്ഞിവിടെ അവസാനിപ്പിക്കുവാൻ പോകുകയാ. അമാലേക്കന്റെ ശക്തികൾ വെല്ലുവിളിക്കുമ്പോൾ മോശ പറഞ്ഞു, ഞാൻ പർവ്വതത്തിന് മുകളിലേക്ക് ഞാൻ കയറുവാൻ പോകുകയാണ്. മോശ 2 കരകൾ പർവ്വതത്തിന് മുകളിൽ കയറി കൈ ഉയർത്തി പിടിച്ചു നിൽക്കുന്നു. ഹല്ലേലൂയ. താഴ്വരയിൽ യോശുവ യുദ്ധം തുടരുകയാണ്. മോശയുടെ കൈ ഉയർന്നു നിൽക്കുന്നിടത്തോളം കാലം അമാലേക്കൻ ജയിക്കുകയില്ല, ഇസ്രായേൽ ജയിക്കുക. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ തിരിച്ചറിയണം, ഭക്തന്മാരുടെ കരമുയരുമ്പോൾ ഇരുട്ടിന്റെ ശക്തികൾ ജയിക്കത്തില്ല. എന്നോട് പരിശുദ്ധാത്മാവ് അടിവരയിട്ട് പറയുന്നു, ഒരു ഭക്തന്റെ കരമുയരുമ്പോൾ, ഒന്നുകൂടെ അടിവര വിട്ട് ഞാൻ പറയാ, ഒരു ഭക്തന്റെ കരമുയരുമ്പോൾ ഒരു ഇരുട്ടിന്റെ വ്യാപാരവും ജയിക്കത്തില്ല. ദൈവത്തിന്റെ ജനമേ, ഇന്ന് പകൽ നമ്മുടെ കരത്തിന്റെ അകത്ത് ഒരു അധികാരമുണ്ട്. നമ്മുടെ നാവിൽ മേൽ മാത്രമല്ല, നമ്മുടെ കൈയുടെ അകത്ത് ഇന്ന് പകൽ ഒരു അധികാരമുണ്ട്. മോശ പർവ്വതത്തിന് മുകളിൽ യോശുവയെ, നിന്റെ യുദ്ധത്തിന് മിടുക്കല്ല, നിന്റെ പുറകിൽ നിൽക്കുന്ന സൈന്യത്തിന്റെ ശക്തിയുടെ ബഹുത്വമല്ല. ഇന്ന് പകൽ തിരിച്ചറിയണം, പർവ്വതത്തിന് മുകളിൽ ഒരുത്തൻ നിൽപ്പുണ്ട്. അവന്റെ കരം ഉയർന്നിരിക്കുകയാ. അവന്റെ കരം ഉയർന്നിരിക്കുന്നിടത്തോളം കാലം നീ പരാജയപ്പെടത്തില്ല. നിനക്ക് ശത്രുവിനെ വീഴ്ത്താൻ കഴിയും. ഇന്ന് പകൽ സഭയോട് പരിശുദ്ധമായി പറയുന്നു, മോശയെ പോലെ ഇന്ന് പകൽ നിന്റെ കരമുയർത്ത്, നിനക്കൊരു ജയമുണ്ട്. നിന്റെ മുന്നേ ഒരു ഇരുട്ടിന്റെ വ്യാപാരമോ ഒരു അന്ധകാരത്തിന്റെ ശക്തിയോ ഒരു പൈശാചിക വ്യാപാരമോ നിന്റെ മുൻപിൽ ജയിക്കത്തില്ല. നിന്റെ കയ്യിൽ ഒരു അധികാരമുണ്ട്, നിന്റെ മേലൊരു നിയോഗമുണ്ട്. അഭിഷേകമുള്ള ദൈവ പൈതലേ, ഇന്ന് പകൽ കരമുയർത്ത്.
അസാധാരണമായ ഒരു ദൈവകൃപ ഇന്ന് പകൽ എനിക്കിവിടെ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത നിലയിലുള്ള ഒരു ദൈവത്തിന്റെ തേജസ് ഇന്ന് പകൽ ദൈവം ചിലരെ കൈപിടിച്ചുയർത്തുകയോ. ചുടാ റബാ തല റഗദന വൈഡമന അസ്തനെ ജഗദന റഗ ദലം ദലം വൈഡേ മന അസ്തൽ കടകജാല യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ശക്തമായി പറയുന്നു, യോശുവയേ, നിന്റെ കയ്യിലിരിക്കുന്ന ആയുധത്തിൻ്റെ മിടുക്കല്ല, നിന്നോട് ചേർന്ന് പൊരുതുന്ന ഇസ്രായേൽ സൈന്യത്തിൻ്റെ ബഹുത്വമല്ല, പർവ്വതത്തിൻ്റെ മുകളിൽ പ്രായമായ ഒരു മനുഷ്യൻ. ഇന്ന് പകൽ എന്നോട് പരിശുദ്ധാത്മാവ് അടിവരയിട്ട് പറയുന്നു, ഇവിടെ പ്രായോക്ഷിയുടെ ഒത്തിരി പേരുണ്ട്. പക്ഷേ നിങ്ങൾക്കൊരു പക്ഷേ ചെറുപ്പക്കാരനെ പോലെ നിങ്ങൾക്ക് ഓടാൻ കഴിവില്ലായിരിക്കാം. പക്ഷേ ഇന്ന് പകൽ ഞാനിവിടെ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവരോട് പറയുന്ന ദൂത ഞാൻ പറയുന്നത്, നിങ്ങളിരിക്കുന്ന ഇരിപ്പിൽ നിങ്ങളുടെ കരത്തെ ഒന്ന് ഉയർത്താൻ കഴിയാം. ആ കരമൊന്ന് ഉയർത്താൽ മതി. പ്രായമായ വൃദ്ധനായ ഹല്ലേലൂയ ഒരു മോശ ഹല്ലേലൂയ ആ കൈ ഉയർത്തി. എനിക്കറിയാം കുറച്ച് സമയം കഴിയുമ്പോൾ കൈ കഴയ്ക്കാം, പക്ഷെ കൈകൾ താങ്ങാൻ രണ്ടുപേരെ ദൈവം നിയോഗിച്ചു. അഹരോനും ഹൂരും അവരെക്കുറിച്ച് പറയാൻ എനിക്ക് സമയമില്ല, ഞാൻ ഇവിടെ നിർത്തുകയാ. ആമേൻ കൈ ഒന്ന് ഉയർത്തി പിടിക്കുമ്പോൾ, ആ കൈ ഒന്ന് ഉയർത്തി പിടിക്കുമ്പോൾ ഹല്ലേലൂയ ആമേൻ ഇസ്രായേൽ ജയിച്ചു കൊണ്ടിരിക്കുകയാ. ഇന്ന് പകൽ ദൈവം പറയുന്നു, ചില കുടുംബങ്ങളുടെ അകത്തു നിന്ന് നാളുകളായി വെല്ലുവിളിച്ച ചില ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ ഇന്ന് പകൽ അടിഞ്ഞു മാറുകയാ. ഹല്ലേലൂയ റീമാന ശംദേ വൈഡമന ഘടക ഹല്ലേലൂയ പ്രായോ ക്ഷീണമായ ചിലരുടെ മേൽ അസാധാരണമായ ദൈവശക്തി ഇന്ന് പകൽ വ്യാപരിക്കുകയാ. ഒരു വലിയ തേജസ്, ഒരു വലിയ തേജസ്, ഒരു വലിയ തേജസ് നിർത്താൻ കഴിയാത്ത നിലയിൽ, ആമേ പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയാത്ത നിലയിൽ അസാധാരണമായ ഒരു തേജസ്. ഗ്ലോറി 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 ഗ്ലോറി. ഒരു മഹത്വം ഇന്ന് പകൽ നിങ്ങളുടെ കരത്തിൽ പിടിക്കുകയാ. ഒരു മഹത്വം ഇന്ന് പകൽ നിങ്ങളുടെ കരത്തിൽ പിടിക്കുകയാ. ഇന്ന് പകൽ തിരിച്ചറിയ ദൈവമേ, ഹല്ലേലൂയ, നിന്റെ മേലൊരു അഭിഷേകമുണ്ട്, എന്റെ മേലൊരു അഭിഷേകമുണ്ട്. എല്ലായിടത്തും എല്ലാവരെ പോലെ നിന്നെ പന്ത് തട്ടാൻ ദുഷ്ടൻ ശ്രമിക്കുമ്പോൾ ഇന്ന് പകൽ ആത്മാവ് പറയുന്നു, നീ അതിന്റെ നടുവിൽ നിന്റെ ബലഹീനമായ കരം ഇന്ന് പകൽ ഒന്ന് ഉയർത്തിപ്പിടിക്ക. സങ്കീർത്തനക്കാരൻ പറയുന്നത് കൊണ്ട് വിശുദ്ധ മന്ദിരത്തിലേക്ക് നിങ്ങളുടെ കരങ്ങളെ ഒന്ന് ഉയർത്തി യഹോവയെ വാഴ്ത്തുവീൻ. എൻ്റെ സമയം ഇവിടെ തീരുകയാ, ഞാൻ നിർത്താൻ പോകുകയാ. പക്ഷെ എനിക്ക് നിർത്താൻ പറ്റാത്ത പോലെയുള്ള ആത്മസാന്നിധ്യം ഇവിടെയുണ്ട്. വെറുതെ പറയുന്നല്ല, യേശുവിൻ്റെ നാമത്തിൽ ചിലരെ ഇന്ന് പകൽ ദൈവം തൊടുകയാ. ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ ആമേൻ, ഞാൻ ആ ദൂത് പറഞ്ഞിവിടെ നിർത്തുകയാ. മോശ പർവ്വതത്തിൽ നിന്ന് കൈ ഉയർത്തി വരുന്നവൻ പരാജയപ്പെട്ടല്ല വരുന്നത്, ജയിച്ചിറങ്ങി വരുന്നത് പോലെ ഈ ആരാധന നിങ്ങൾക്കൊരു ജയമാ. ഈ ആരാധന നിങ്ങൾക്കൊരു ജയമാ. ഓൺലൈൻ കാണുന്ന ചിലരോട് ദൈവാത്മാവ് പറയുന്നു, ഈ ആരാധന നിങ്ങൾക്കൊരു ജയമാ. ശത്രുവിന് മുൻപിൽ നീ പരാജയപ്പെടത്തില്ല. നിന്റെ കയ്യിൽ പറയത്തക്കവണ്ണം ഒരു ആയുധവും ഇല്ലെങ്കിലും, നിനക്ക് ശരീരം കൊണ്ട് പോരാടാൻ കഴിയുന്നില്ലെങ്കിലും, നിന്റെ വിറയ്ക്കുന്ന നിന്റെ ബലഹീനമായ കരം മോശയെ പോലെ ഇന്നു പകൽ ദൈവത്തിങ്കിലേക്കൊന്ന് ഉയർത്തോ. ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങുന്ന പകലോ. എല്ലാവർക്കും ദൈവസ്ഥലം എഴുന്നേൽക്കാം. എഴുന്നേറ്റ് അല്പസമയം നമ്മൾ രണ്ട് കരം ഉയർത്തി, എന്ന് കരമടിച്ച സ്തോത്രം പറയുന്നത്. പക്ഷെ അല്പസമയം രണ്ട് കരം ഉയർത്തി ശബ്ദമുയർത്തി സ്തോത്രം പറയണം. ശബ്ദമുയർത്തി സ്തോത്രം പറയണം. ആ സ്തോത്രം പറയുമ്പോൾ നിങ്ങളുടെ മേലൊരു ജയമുണ്ടാകും.
എന്നോട് ദൈവം പറയുന്നു, വാഗ്ദത്തം നേടേണ്ട ജനത്തെ തടയുമ്പോൾ നിയോഗമുള്ള അഭിഷേകമുള്ള ഒരു മോശ, ഒറ്റ മോശ കൈ ഉയർത്തിയപ്പോൾ അമാലേക്കൻ പരാജയപ്പെട്ടെങ്കിൽ ഇത്രയും ദൈവമക്കൾ ഒരുമിച്ച് കൈ ഉയർത്തുമ്പോൾ എത്ര വലിയ ജയം വെളിപ്പെടുമെന്ന് നിങ്ങൾ കണക്ക് കൂട്ടുക. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ കരമുയരട്ടെ, എല്ലാ രണ്ട് കരമുയർത്തണം. രണ്ട് കരം നിങ്ങൾക്ക് എത്രത്തോളം ഉയർത്താൻ കഴിയുമോ? ഇന്ന് പകൽ നിങ്ങൾക്ക് കൈക്ക് വേദന ഉണ്ടാകാം, പക്ഷേ അല്പമെങ്കിലും ഈ ഉയർത്തി കഴിയുമ്പോൾ നിങ്ങളുടെ കൈകളുടെ വേദന മാറുമെന്ന് പരിശുദ്ധാത്മ പറയുന്നു. പ്രസംഗിക്കുന്ന പാസ്റ്റല്ല, പരിശുദ്ധാത്മ പറയുന്നു. വാ തുറന്നൊന്ന് സ്തോത്രം പറയണം. എല്ലാവരും സ്തോത്രം പറയാം. സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ശബ്ദമുയർത്തി സ്തോത്രം പറ. സ്തോത്രം സ്തോത്രം സ്തോത്രം. എല്ലാ കുഞ്ഞുങ്ങളും സ്തോത്രം പറ. എല്ലാ പ്രിയപ്പെട്ടവരും ഇന്ന് പകൽ കൈ ഉയർത്തി സ്തോത്രം പറ. ഒരു 2 മിനിറ്റ് സ്തോത്രം പറഞ്ഞതിന് ശേഷം കൈയടിച്ച് സ്തോത്രം പറയാ. സ്തോത്രം 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 സ്വോത്രം 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 സ്വോത്രം. ആ കൈ അടിച്ചൊന്ന് സ്തോത്രം പറയാം. കൈകൾ തട്ടി സ്തോത്രം പറയാം. സ്വോത്രം 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 സ്വോത്രം. പോരാ പോരാ. ശബ്ദമുയർത്തി സ്തോത്രം പറ. ശബ്ദമുയർത്തി സ്തോത്രം പറ. ഇത് ജയത്തിന്റെ പകല്, ഇത് വിടുതല പകല്, ഇത് അമാലേക്കൻ പരാജയപ്പെടുന്ന പകല്, ഇത് ക്രിസ്തു ഉയർത്തപ്പെടുന്ന പകല്, നാഥൻ ഉയർത്തപ്പെടുന്ന പകല്. ശബ്ദമുയർത്തി സ്തോത്രം പറയോ. സ്വോത്രം 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 സ്വോത്രം.